രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒരു മതേതരത്വ ഇന്ത്യയെ കാംക്ഷിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും നേതാവാണ്. ഇത്തവണ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യുക. ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ. ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യും. അതെ, പക്ഷെ രാഹുൽ ഗാന്ധി ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. രാഹുൽ മാത്രമല്ല, ഗാന്ധി കുടുംബത്തിലെ പ്രിയങ്കയും സോണിയാഗാന്ധിയും അടക്കമുള്ളവർക്ക് ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. യെച്ചൂരിയും ബൃന്ദ കാരാട്ടും ആനി രാജയും ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യില്ല. ഡൽഹിയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ആര് വാഴും, ജനങ്ങൾ ആരെ വാഴിക്കും എന്നെല്ലാം മനസ്സിലാക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ പോഷായിട്ടുള്ളൊരു മണ്ഡലമാണ് ന്യൂഡൽഹി മണ്ഡലം. ഒരുപാട് എലൈറ്റ് വോട്ടർമാർ, അതിൽ തന്നെ VIP രാഷ്ട്രീയ നേതാക്കൾ ഒരുപാടുണ്ട്. ന്യൂഡൽഹി മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ എങ്ങനെ ആളുകൾ ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ്, അത് പരിശോധിച്ചാണ് ഇവിടെയുള്ള വോട്ടുകൾ വീഴുന്നത്. ധനികരും കൂലിപ്പണിക്കാരും വാഴുന്ന രാജ്യ തലസ്ഥാനത്തെ ഹൃദയഭാഗത്ത് ന്യൂഡൽഹി മണ്ഡലം. വികസനവും ജീവിത നിലവാരവുമാണ് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് ചർച്ചയാകുന്ന പ്രചാരണ വിഷയം. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നമായ ചൂടിൽ കുത്താൻ പോകുന്നത്. എല്ലാം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ, ഗാന്ധി കുടുംബത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ന്യൂഡൽഹി മണ്ഡലത്തിലാണ് വോട്ടുള്ളത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ രണ്ട് അഭിഭാഷകർ തമ്മിലാണ് മത്സരം. BJP സ്ഥാനാർത്ഥി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരിയും ആം ആദ്മി പാർട്ടിയുടെ സോംനാഥ് ഭാരതി. मोदी को हराने वाला कोई नहीं है भाई, कोई नहीं है. पूरे इंडिया में कोई नहीं है, कोई ऑप्शन ही नहीं है भाजपा के सिवा हम लोगों के पास. लड़ रहे हैं तो उसमें तो कांग्रेस केजरीवाल के साथ टच है, मगर वो जीतेगी जनता पार्टी ही. വർഷങ്ങളായി കേന്ദ്രത്തിൽ മോദി, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ എന്നതാണ് ഡൽഹി നിവാസികളുടെ രീതി. എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകൾ ഏറ്റവും അധികം ഉപയോഗിച്ച് ശക്തമായ മത്സരം കാണാൻ പോകുന്നതും ഡൽഹിയിലാണ്. 4 സീറ്റുകളിൽ ആം ആദ്മി സ്ഥാനാർത്ഥികളും 3 സീറ്റിൽ കോൺഗ്രസും. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി ആനി രാജയും ന്യൂഡൽഹിയിൽ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്ന അതേ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ളതാണ് കൗതുകം. CPM നേതാക്കളായ ബൃന്ദ കാരാട്ടിൻ്റെയും പ്രകാശ് കാരാട്ടിൻ്റെയും വോട്ട് ആം ആദ്മി പാർട്ടിക്കാവും ഇത്തവണ. ഈ നിർമ്മാൺ ഭവനകത്തെ ബൂത്തുകളിൽ വന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട്ടിലെ എതിർ സ്ഥാനാർത്ഥി ആനി രാജയും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പ് 6ാം ഘട്ടത്തിലാണ്. പിന്നെ ജൂൺ 4 അധികം ദൂരമില്ല. ഡൽഹിയിൽ ഇന്ത്യ സഖ്യം അക്കൗണ്ട് തുറക്കുമോ എന്ന ആകാംക്ഷ അലയടിക്കുന്നുണ്ട്. വൈശാഖ് ജയപാലിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.